എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഫ്രിഡ്ജിൽ ഇരുന്ന മാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് പിന്നെ പോയി നിസ്കാരവും ഓതലും എല്ലാം കഴിഞ്ഞ് വന്ന് മാവിൻ്റെ തണുപ്പൊക്കെ പോയപ്പോൾ അതിൽ സോഡാപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് അടിച്ച് പതച്ചൊക്കെ എടുത്ത് ഇനി ദോശ ഇടട്ടെ. അപ്പോൾ രാവിലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണം. അത് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് വന്ന് ദോശ ഇടാൻ നിന്നത്. അപ്പോൾ ഇതിനിടെ മോൾ എഴുന്നേറ്റ് വന്ന് അവൾക്ക് കുറച്ച് ജോലിയൊക്കെ ഞാൻ കൊടുത്തു, കൊട്ടേഷനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് വലിയ ജോലിയൊന്നുമില്ല. ഈ ദോശ ഉണ്ടാക്കുക, കറി ചൂടാക്കി കഴിക്കുക, പിന്നെ പോയി കട ഉറക്കുക. ചോറ് വയ്ക്കാനുള്ളത് അവൾ വയ്ക്കും. പിന്നെ മോര് കറി ഇരിപ്പുണ്ട്, അത് ചൂടാക്കി വെച്ചിട്ട് ഞാൻ പോയാൽ മതി. രാവിലെ അങ്ങ് ചൂടാക്കി വയ്ക്കാമെന്ന് കരുതി. അവൾ അഥവാ മറന്നു പോയാലോ പിന്നെ ഇരുന്നത് കേടാവും. അപ്പോൾ പിന്നെ അത് എടുത്തങ്ങ് ചൂടാക്കി വെച്ചു. അപ്പം ഞാൻ പറയാൻ വന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ദോശക്കല്ലിൽ നിങ്ങൾ എണ്ണ തൂക്കുമ്പോൾ ബ്രഷാണോ തുണിയാണോ ഏറ്റവും നല്ലത്? എനിക്ക് തോന്നുന്നു എളുപ്പം തുണിയാണെന്ന്. പക്ഷേ വൃത്തിയുടെ കാര്യത്തിൽ ബ്രഷായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തുണി എനിക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ അത് ചൂടാവുമ്പോഴത്തേക്ക് കീറിയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരും. അപ്പം അത് വെച്ച് നോക്കുമ്പം ബ്രഷായിരിക്കും നല്ലത് അല്ലേ? അപ്പം ഞാൻ ഇതുവരെയും തുണിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മോള് പറയും അത് കൊള്ളത്തില്ല, അത് നമ്മളെ ഉള്ളിൽ പോവും തുണി. അങ്ങനെ പിന്നെ ഞാൻ തുണി അങ്ങ് മാറ്റി, ഇപ്പം ബ്രഷാക്കി. അപ്പം കറിയും ചൂടാക്കി. ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു ദോശയ്ക്ക്, അത് ഫ്രിഡ്ജിൽ ഇരുന്നത് തന്നെ. അത് ചൂടാക്കി. പിന്നെ മോര് കറി ഇരുന്ന് അതും എടുത്ത് ചൂടാക്കി വെച്ചു. അപ്പോൾ അവൾ എഴുന്നേറ്റ് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് അവൾക്ക് കുറച്ച് ജോലിയൊക്കെ ഞാൻ കൊടുത്തു. ഇന്ന് 2 ദിവസം കൊണ്ട് മഴയായിരുന്നു. ഇന്ന് ഇത്തിരി വെയിലുണ്ട് രാവിലെ, മറ്റേ മഞ്ഞ് മൂടിക്കിടക്കും. അങ്ങനെ രാവിലത്തെ വെയിലിൽ ഇത്തിരി ഉണക്കാനുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ എടുത്ത് വെയിലത്തിടാൻ പറഞ്ഞ് അങ്ങനെ കുറച്ച് കൊട്ടേഷനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിന്ന് അവളുടെ കാര്യമൊക്കെ കഥയൊക്കെ കേട്ട് നിന്ന് ചിരിച്ച് അവിടെ തന്നെ നിന്നങ്ങ് ദോശ കഴിച്ചു. അല്ലെങ്കിൽ പിന്നെ ക്യാമറയും പൊക്കി ഫ്രണ്ടിൽ കൊണ്ടുപോകണമൊക്കെ പാട് കരുതി അവിടെ നിന്ന് അവളെ കഥയും കേൾക്കാം. അങ്ങനെ നിന്നു. അപ്പോൾ ഇതിനിടയിൽ ന്യൂസൊക്കെ കണ്ട്. അപ്പം ഞാൻ കടയിൽ പോകാനായിട്ട് ഒരുങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്ക് അവൾ ചാനലൊക്കെ മാറ്റി. അപ്പോൾ ഇനി കുടിക്കാനുള്ള വെള്ളവും കൈ കഴുകാനൊക്കെ ഉള്ള വെള്ളവും കൂടെയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി ബാഗിനകത്ത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാകുന്ന നോക്കട്ടെ. അപ്പം താഴോട്ട് ഇറങ്ങിയാൽ മതി, പക്ഷേ കണ്ണടയും ചാവിയും ഒന്നും ഇല്ലാതെ ഇറങ്ങിപ്പോയാൽ പിന്നെ അവിടെ നിന്നിട്ട് കൊച്ചിനെ വിളിക്കണം. അവൾ പിന്നെ ഇറങ്ങി കയറണം. 42-44 സ്റ്റെപ്പോളം ഉണ്ട്. അങ്ങനെ പിന്നെ ഫോണിൻ്റെ ചാർജൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കി ചാർജറും ഒക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ റെഡിയാവാനായിട്ട് പോയി. അപ്പോൾ ഞാനിനി പോയി കട തുറക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കേ.